الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ നമ്മേവരെയും ശ്രദ്ധിച്ച നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ സംവിധാനം ചെയ്ത സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മുടെ പരലോക വിജയത്തിന് അനിവാര്യമായ ഒരു സൽസ്വഭാവമാണ് സത്യസന്ധത എന്നത്. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ അവരൊക്കെ സത്യസന്ധരായിരുന്നു. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് കാണാം സത്യസന്ധനായിരുന്നു, പ്രവാചകനായിരുന്നു. ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കാണാം അപ്പൊ പ്രവാചകന്മാരൊക്കെ സ്വാദിഖീങ്ങളായിരുന്നു, സത്യസന്ധരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകത്വത്തിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ ഗുണവുമാണ് സത്യസന്ധരായിരിക്കുക എന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സത്യസന്ധത എന്ന് പറഞ്ഞാൽ അത് മനസ്സിന് ശാന്തി നൽകുന്നതാണ്. കളവ് എന്ന് പറഞ്ഞാൽ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പൊതുവെ മനുഷ്യ പ്രകൃതിയിൽ സത്യസന്ധത, നീതി, ധർമ്മബോധം, സൽസ്വഭാവം ഇതൊക്കെ മനുഷ്യ പ്രകൃതിയിൽ ജനിക്കുമ്പോ തന്നെ ആ നിലക്കുള്ള ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. അപ്പൊ നമുക്ക് ചെറിയ കുട്ടികളെയൊക്കെ ആയിട്ട് ഇടവേഗം നമുക്ക് കാണാം, കുട്ടികളൊരു കളവ് പറയുമ്പോൾ വളരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. കാരണം അവരുടെ മനസ്സിന് അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള മനക്കരുത്ത് വേണ്ടിയിട്ടില്ല. അവര് പ്രായം കൂടുന്നതിനനുസരിച്ച് വക്രതയും കാപട്യം ഒക്കെ പഠിക്കുന്നതനുസരിച്ച് സാമർത്ഥ്യം കൂടും. പക്ഷെ ചെറിയ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് കളവ് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അതെന്താണ്? അവരുടെ മനസ്സ് അസ്വസ്ഥാവുക. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നതെന്നാണ്. അപ്പൊ കളവില്ലാത്ത, കാപട്യമില്ലാത്ത, വഞ്ചനയില്ലാത്ത ശുദ്ധമായ പ്രകൃതിയിലാണ് ഓരോ മനുഷ്യരും ജനിച്ചു വീഴുന്നത്. അപ്പോ സത്യം,
സത്യത്തിനനുസരിച്ച് നിലകൊള്ളുക, നീതി അനുസരിച്ച് നിലകൊള്ളുക, ധർമ്മബോധം ഉണ്ടാവുക, സൽസ്വഭാവം ഉണ്ടാവുക, ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന് പ്രകൃതിയാൽ അതൊക്കെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. എന്നാൽ കളവ് പറയുക, വഞ്ചനയും ചതിയും കാണിക്കുക, അക്രമം കാണിക്കുക, ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതും മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. പ്രകൃതിപരമായിട്ട് തന്നെ അങ്ങനെയാണ്. ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുമ്പോ ഇസ്ലാമിന്റെ ചില വിമർശകർ പറയും, ഇസ്ലാം ഓൺലി എന്ന് പറയുന്ന മതമാണ്. കാരണം ഞങ്ങൾ മാത്രമാണ് സത്യത്തിന്റെ ആളുകൾ, ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് പറയുന്ന ആളുകൾ എന്ന് വിമർശിക്കാറുണ്ട്. സത്യത്തിൽ ഞങ്ങൾ മാത്രമാണ് ശരി എന്നല്ല ഇസ്ലാമിന്റെ നിലപാട്. എന്താണോ ശരി അതാണ് ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. ശരിയായതാണ് ഇസ്ലാം. ഏത് വിഷയങ്ങളിലും എന്താണോ ശരി അതാണ് ഇസ്ലാം, എന്താണോ സത്യം അതാണ് ഇസ്ലാം. അല്ലാതെ ഞങ്ങൾ മാത്രം സത്യത്തിന്റെ ആളുകൾ എന്നതല്ല. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയത്തിലും ശരി എന്താണോ അതാണ് ഇസ്ലാമിന്റെ നിലപാട്, സത്യം എന്താണോ അതാണ് ഇസ്ലാമിന്റെ നിലപാട്. കാപട്യവും വഞ്ചനയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, കളവ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പൊ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം, വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുസ് സാദിഖൂൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ, വല്ലദീ ജാഅ ബിസ്സിദ്ഖി, അദ്ദേഹം സത്യസന്ധതയും സത്യമായ കാര്യവുമായിട്ടാണ് വന്നത്. വസദ്ദഖ ബിഹി, അദ്ദേഹം തന്നെ അത് സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അതിനെ സത്യപ്പെടുത്തിയവനാകുന്നു വിജയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഒക്കെ സത്യസന്ധന്മാരാണ്. അവർ സത്യവുമായിട്ടാണ് വന്നത്. മറ്റൊരു ആയത്തിൽ കാണാൻ സാധിക്കും, വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂന വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി, അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ച ആളുകൾ, ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാണ് സത്യപ്പെടുത്തിയ ആളുകൾ, വശുഹദാ, അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷിയായ ആളുകൾ, സത്യത്തിന് സാക്ഷിയായ ആളുകൾ, ലഹും അജ്റുഹും വനൂറുഹും, അവർക്ക് അവരുടേതായ പ്രതിഫലമുണ്ട്, അവരുടേതായ പ്രകാശവും അവർക്കുണ്ടാകും. മാനസികമായ പ്രകാശം, ദുനിയാവിലും ആഖിറത്തിലും അതിന് പ്രകാശം ഉണ്ടാവുന്നു. പിന്നെ വല്ലദീന കഫറു, എന്നാൽ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ, വകസ്സബൂ ബിആയാതിന, നമ്മളെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന ആളുകൾ, ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണ്. കാരണം അവര് പ്രകൃതിക്കെതിരായി നിലകൊള്ളുന്നവരാണ്. അള്ളാഹു സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതിക്കെതിരായി നിലകൊള്ളുന്നവരാണ് സത്യനിഷേധികളെന്ന്. അപ്പൊ സത്യത്തിനനുസരിച്ച് നിലകൊള്ളുന്നവരായിരുന്നു പ്രവാചകന്മാർ. നമ്മൾ ഓരോരുത്തരും എല്ലാ വിഷയങ്ങളിലും സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. അപ്പൊ നോക്കൂ നിങ്ങൾ, അതെല്ലാ കാര്യങ്ങളിലും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാം വിമർശകര് ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് പറയുമ്പോ ഞങ്ങൾ മാത്രമാണ് ശരി എന്നല്ല നമ്മൾ പറയുന്നത്. ശരി ഏതാണോ അതാണ് ഇസ്ലാം എന്നാണ് നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് കീഴൊതുങ്ങിയ പ്രവാചകന്മാർ പറഞ്ഞത് അനുസരിച്ച് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞു, ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഹാദാ ഖൽഖുല്ലാഹ്, നിങ്ങൾ കാണുന്നതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്തവർ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചെങ്കിലൊന്ന് കാണിച്ചു തരി. എന്നിട്ട് അള്ളാഹു പറയാ, ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ, അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരെ ആരാധിക്കുന്ന അതിക്രമകാരികൾ. വാലിം എന്ന് പറഞ്ഞാൽ അക്രമീന. അക്രമി എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ ചവിട്ടുകയും കുത്തുകയും ചെയ്യുന്നവരല്ല, അടിക്കുകയും ചെയ്യുന്നവരല്ല, ക്രമം തെറ്റി പ്രവർത്തിക്കുന്നവരാണ് അക്രമി. അപ്പൊ ക്രമം എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് കീഴൊതുങ്ങി അവരെ ഇബാദത്തെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് ക്രമം. ആ ക്രമം തെറ്റി പ്രവർത്തിക്കുന്നത് ബലിൽ അക്രമികളായിട്ടുള്ള ആളുകൾ, ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാകുന്നു. അപ്പൊ
വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ ഒക്കെ ഏറ്റവും ശരിയായ സത്യസന്ധമായ രീതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ റബ്ബിന് മാത്രം ഇബാദത്തെടുക്കുക, അവന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മുഴുവൻ മനുഷ്യന്മാരെയും വിളിച്ചിട്ടാ പറയുന്നത്, അല്ലയോ ജനങ്ങളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. ഓരോ മനുഷ്യനോട് അത് പറയുന്നത്, മുസ്ലിമീങ്ങളോട് മാത്രമൊന്നല്ല, എല്ലാ മനുഷ്യർക്കുള്ളതാണ് ഖുർആൻ, മുസ്ലിമീങ്ങളുടെ കുത്തകം എന്നല്ല, എല്ലാ മനുഷ്യരോടും അള്ളാഹ് പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് റബ്ബ് ചെയ്ത അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക എല്ലാ മനുഷ്യരോടും, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവരുണ്ടോ? ഈ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സംവിധാനിച്ചതും സൃഷ്ടിച്ചതും ഒക്കെ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ആണോ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളാണോ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മഹാന്മാരാണോ? എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അപ്പൊ സത്യസന്ധമായ നിലപാടായിരിക്കണം എല്ലാ വിഷയങ്ങളിലും എന്ന് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. അപ്പൊ നമ്മളുടെ എല്ലാ വിശ്വാസത്തിൽ സത്യസന്ധവും നിഷ്കളങ്കവുമായ നിലപാട് സ്വീകരിക്കുക. ആരാധനകളിൽ അത് നിഷ്കളങ്കമായ സത്യസന്ധമായ ഇബാദത്ത് അനുഷ്ഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുക, ഇടപാടുകൾ നടത്തുമ്പോൾ അതിൽ സത്യസന്ധത പുലർത്തുക. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും സത്യം മാത്രം പറയാനും സത്യസന്ധത പുലർത്താനും നിഷ്കളങ്കമായ നിലക്ക് ജീവിക്കാനുമാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചത്. പ്രവാചകന്മാർ അതിന് മാതൃക കാണിച്ചവരുമാണ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ചതായിട്ട് അദ്ദേഹം പറയാണ്, ഔസാനി, എന്റെ റസൂൽ എന്നോട് വസിയത്ത് ചെയ്തു, അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത്ത ലായിം, അള്ളാഹുവിന്റെ കാര്യത്തിൽ, സത്യത്തിന്റെ കാര്യത്തിൽ, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിൽ ഒരു ആക്ഷേപകനെയും ഭയപ്പെടാതെ ജീവിക്കണം. സത്യം പറയുന്ന കാര്യത്തിൽ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ വിലവെക്കാതെ ജീവിക്കണമെന്ന് എന്റെ റസൂൽ എന്നോട് ഉപദേശിച്ചു. ഔസാനി, എന്റെ റസൂൽ എന്നോട് ഉപദേശിച്ചു, അൻ അഖൂലൽ ഹഖ, സത്യം മാത്രം പറയണമെന്ന്. വഇൻ കാന മുർറ, അത് എത്ര കയ്പുള്ളതാണെങ്കിലും ശരി. വഔസാനി, എന്റെ റസൂൽ എന്നോട് ഉപദേശിച്ചു, അൻ ഉക്സിറ മിനൽ ഖൗൽ, ധാരാളമായി ഞാൻ പറയണമെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ധാരാളമായി നീ പറയണം എന്ന് എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള നിധികളിൽപ്പെട്ട നിധിയാകുന്നു അത്. അപ്പൊ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. അതുകൊണ്ട് ആ അല്ലാഹുവിന് വേണ്ടി സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് സത്യം മാത്രം പറയുകയും എല്ലാ വിഷയങ്ങളിലും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും വകവെക്കാതെ, ഒരു ഉപദ്രവകാരിയുടെയും അക്രമിയുടെയും അക്രമത്തെ ഭയവെക്കാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നവനായിരിക്കും ഞാൻ എന്ന് നിൽക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ഉപദേശിച്ചു എന്ന് അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ നമ്മളോടൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമ്മൾ എപ്പോഴും ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ കഴിവും ശക്തിയും അള്ളാഹുവിനാകുന്നു എന്ന്. അതിന് അനുസരിച്ച് സത്യത്തിലും നീതിക്കും ധർമ്മത്തിനനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യണം. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വാക്ക് നമുക്ക് കാണാം, അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ സത്യം പറയുക എന്നുള്ളതാണ്. ആരുടെ മുഖത്ത് നോക്കി? ഇന്ദ സുൽത്താനിൻ ജാഹിർ, അക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം പറയുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന്. അപ്പോ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുക, സത്യം പറയുക. ഏത് വലിയവന്റെ മുഖത്ത് നോക്കിയിട്ടും സത്യം പറയാം.
അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണല്ലോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗകാന മുർറ, അത് എത്ര കൈപ്പേറിയതാണെങ്കിലും ശരി, ഇപ്പൊ സത്യം പറയുന്നത് കൊണ്ട് ഒരു പക്ഷേ വ്യക്തിപരമായി നഷ്ടം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പല നഷ്ടങ്ങൾ ഉണ്ടായേക്കാം സത്യസന്ധത പാലിക്കുന്നത് കൊണ്ട്. ഇപ്പൊ നമുക്ക് വീട് കിട്ടിയ ഒരു സാധനം തിരിച്ചു കൊടുക്കാം, അതാരും അറിഞ്ഞോണ്ടൊന്നുമില്ല. നമുക്ക് വീട് കിട്ടിയ ഒരു സാധനം വീണ് കിട്ടിയാൽ, പക്ഷെ അത് നമ്മുടെ നമുക്ക് അർഹതപ്പെട്ടതല്ല, അത് മറ്റൊരുത്തൻ്റെതാണ്. അവിടെ നമുക്ക് നഷ്ടമാണ് തിരിച്ചു കൊടുക്കുമ്പോ. ആ നഷ്ടം എന്ന് പറഞ്ഞാൽ കിട്ടിയൊരു നമ്മുടെ മുതലല്ല, അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ എന്തും സത്യത്തിനും നീതിക്കും അനുസരിച്ച് നിലകൊള്ളുമ്പോ നമുക്ക് നഷ്ടം വരുന്നതോ അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങളും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരുന്നതോ ഒന്നും വിലവെക്കാതെ വലൗകാന മുർറ, അത് കൈപ്പേറിയതാണെങ്കിലും ശരി ആ സത്യത്തിനനുസരിച്ച് നിലകൊള്ളണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പ്രവാചകന്മാരുടെ മാതൃകയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ അങ്ങനെ നിലനിൽക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. മിനൽ മുഅ്മിനീന, വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, റിജാലും ചില ആളുകൾ, സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അവർ അല്ലാഹുവിനോട് ചെയ്ത കരാറിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു. റബ്ബേ, നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പരമാവധി സത്യസന്ധതയും നീതിയും പുലർത്തിക്കൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് റബ്ബിനോട് ചെയ്ത കരാറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ആ കരാറ് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ വിശ്വാസികളുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, അവർ കൂട്ടത്തിൽ കുറെ ആൾക്കാര് ആ സത്യത്തിൽ നിലകൊണ്ടുകൊണ്ട് ഷഹീദായി രക്തസാക്ഷിത്വം വരിച്ച ആളുകളുണ്ട്. വമിൻഹും മൻ ഖളാ നഹ്ബു, അവിടെ അവധി കഴിഞ്ഞു പോയി. ദീനിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചു കഴിഞ്ഞു പോയ ആളുകളുണ്ട്. വമിൻഹും മൻ യന്തളിറു, ആ ദീനിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് ആ രക്തസാക്ഷിത്വത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും വിശ്വാസികളിലുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ വമാ ബദ്ദലു തബ്ദീല, അക്രമം ഭയന്നുകൊണ്ട് ഭൗതിക നഷ്ടങ്ങളെ ഭയന്നുകൊണ്ട് ഒരു മാറ്റവും അവർ വരുത്തിയില്ല. വമാ ബദ്ദലു തബ്ദീല, അള്ളാഹുവിന്റെ ദീനിനോ അള്ളാഹുവിന് കൊടുത്ത കരാറിലോ ഒരു മാറ്റവും വരുത്തിയില്ല. ഭൗതിക ലോകത്ത് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്നത് കൊണ്ടോ ഭൗതിക ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നുകൊണ്ടോ ഒരു മാറ്റവും അവർ വരുത്തിയില്ല. അവർ മനസ്സിലാക്കിയ സത്യത്തിനനുസരിച്ച് നിലകൊള്ളുകയും ആ സത്യം ജനങ്ങളോട് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു അവർ എന്ന്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, സത്യം പറയുക, ഇടപാടുകളിലും എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത നിലനിർത്തുക എന്നത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യണം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ആ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി സത്യസന്ധരായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖി, നിങ്ങൾ സത്യസന്ധത പാലിക്കണം. ഫഇന്ന സിദ്ഖ, തീർച്ചയായും സത്യസന്ധത, യഹ്ദി ഇലൽ ബിർറ, അത് പുണ്യത്തിലേക്ക് നയിക്കും. വഇന്നൽ ബിർറ, തീർച്ചയായും പുണ്യം, യഹ്ദി ഇലൽ ജന്നാത്ത്, സ്വർഗ്ഗത്തിലേക്കും നയിക്കും. ഒരു മനുഷ്യൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സത്യത്തിനനുസരിച്ച് നിലകൊണ്ടായിരിക്കും, സത്യത്തിനനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കൽ അവനെ കുറിച്ച് സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തുന്നത് വരെ. നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം.
നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, കളവിനെയും സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ, തീർച്ചയായും കളവ്, യഹ്ദി ഇലൽ ഫുജൂർ, അത് അധർമ്മത്തിലേക്ക്, വൃത്തികേടുകളിലേക്ക് നയിക്കും. വഇന്നൽ ഫുജൂറ, തീർച്ചയായും ഫുജൂർ, യഹ്ദി ഇലന്നാർ, അത് നരകത്തിലേക്ക് നയിക്കും. വലാ യസാലു റജുലു യക്ദിബു, ഒരു മനുഷ്യൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. വയതഹറാക അൽ കദിബ, ആ കളവിൽ അവൻ നിലനിന്നുകൊണ്ടേയിരിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, അല്ലാഹുവിന്റെ അടുക്കൽ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് വരെ. അപ്പൊ അതുകൊണ്ട് സത്യം മാത്രം പറയുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് പുണ്യത്തിലേക്ക് നയിക്കുന്നതും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതുമാണ്. കളവ് പറയുകയും കളവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക എന്നത് നരകത്തിലേക്ക് നയിക്കുന്ന കാര്യവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നു. ഇവിടെ മനുഷ്യര് പറയുന്ന കളവുകളിൽ വെച്ച് ഏറ്റവും വലിയ കളവായിട്ട് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ പറയുന്ന കളവുകളാണ് കളവുകളിൽ വെച്ച് ഏറ്റവും വലിയ കളവ്. ഇപ്പോ മനുഷ്യര് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി, ഈസാ നബി അലൈഹി സ്വലാമിനെ ആരാധിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഉസൈർ നബി അലൈഹി സ്വലാമിനെ ആരാധിക്കാൻ വേണ്ടി, മറ്റ് ആരാധ്യന്മാരൊക്കെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ പല നിരക്കുള്ള കളവുകൾ കെട്ടിപ്പറഞ്ഞുണ്ടാക്കുകയാണ്. പലതും ഇങ്ങനെ ചമച്ചുണ്ടാക്കുകയാണ്. അവരുടെ ബുദ്ധിക്ക് ന്യായീകരണത്തിനനുസരിച്ച് പല കളവുകളും പറഞ്ഞ്, ന്യായീകരണങ്ങളും പറഞ്ഞ് ഇങ്ങനെ ചമച്ചുണ്ടാക്കുക. അപ്പൊ അതാണ് ഏറ്റവും വലിയ കളവ്. മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ കളവ് അതാണ് എന്നും കൂടി ഖുർആനും ഹദീസുകളും പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ കാപട്യമില്ലാതിരിക്കുക, കളവില്ലാതിരിക്കുക, സത്യസന്ധരാവുക. ഇപ്പോ വിശ്വാസത്തിൽ കളവ്, കാപട്യം വെച്ച് പുലർത്തുക, ഇബാദത്തുകൾ കാപട്യം വെച്ച് പുലർത്തുക, അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, ഫസാദഹുമുല്ലാഹു മറള, ആ രോഗം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ രോഗമില്ലാതെ നിഷ്കളങ്കമായ മനസ്സുള്ളവരാവുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് അനുഷ്ഠിക്കുന്നവരാവുക, ജീവിതത്തിലെ എല്ലാ ഇടപാടുകളിലും സത്യസന്ധത വെച്ച് പുലർത്തുക. ആ നിലക്കിൽ ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടുകയും അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ആ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടുന്ന സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന വിജയികളിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഒരു പ്രത്യേകമായ കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത്, നമുക്ക് ഒക്കെ സുപരിചിതനായ ഒരാള്, വള്ളിയോത്തുള്ള ഒരാള് കിഡ്നി തകരാറിലായിട്ട് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യത ആ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് എംപിയും MLAയും ഒക്കെ രക്ഷാധികാരികളായിക്കൊണ്ട് വലിയ ഒരു സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ അതിലേക്ക് ഒരു കലക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച നടത്താമെന്ന് ചോദിച്ചാൽ പൊതുവെ ആരും ഒന്നും കരുതിയിട്ടുണ്ടാവില്ല. എന്തൊക്കെ 10 20 മാത്രം ഇട്ട് പോകേണ്ടുന്ന ഒരു കലക്ഷനാണ്. അങ്ങനെ ഒരു 500 1000 കിട്ടിയതുകൊണ്ട് കാര്യമായിട്ടൊന്നുമില്ല. നമുക്കറിയാം 30 ലക്ഷം 40 ലക്ഷം ഒക്കെ ചെലവ് വരുന്ന ഒരു കാര്യത്തിന് 1000 ഒക്കെ കിട്ടിയോണ്ട്, പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ നിന്ന് കിട്ടിയോണ്ട് ഇപ്പൊ നമുക്ക് ആകെ പരിസരത്താകെ 5 10 പള്ളി ഉണ്ടാവും നമുക്ക് കലക്ഷൻ എടുക്കാൻ പറ്റിയ. അതിനൊരു 1000 രൂപ ഇട്ടുകൊണ്ട് 10000 രൂപ ആവുള്ളൂ. അത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് പൊതുവെ നമ്മുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാല്, ഈ ഒരു കലക്ഷനൊക്കെ എന്തൊക്കെ ഒരു അത്യാവശ്യത്തിന് ഒരു കലക്ഷൻ പറയുമ്പോൾ അതിന് നമുക്ക് 10 രൂപ 20 രൂപ ഒക്കെ വലിയ സംഖ്യയാണ്. പൊതുവെ ഇപ്പോഴത്തെ മനുഷ്യന്മാരൊരു മനസ്ഥിതി അതാണ്. അതിനൊരു ചായ പോലും കുടിക്കാൻ കഴിയില്ല. ഒരു ചായയും കടിയും കൊടുക്കാൻ ചുരുക്കി 25 രൂപ കൊടുക്കാൻ നമുക്കറിയാം. പക്ഷെ എന്നാലും കലക്ഷൻ കൊടുക്കാനൊക്കെ നമുക്ക് 10 രൂപ 20 രൂപ ഒക്കെ വലിയ സംഖ്യയാണ്. ഇപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ മനുഷ്യന്മാരുടെ അവസ്ഥ ഞാൻ പറയുന്നത്, ആരും വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന ഉദ്ദേശത്തിലാണ്. അപ്പൊ നിങ്ങളൊക്കെ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക്, പിന്നെ ഒരു വിശ്വാസിയുടെ വേദന നമ്മുടെയും കൂടി വേദനയാണ് എന്ന ബോധത്തോടു കൂടി അതിലേക്ക് നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി സഹായം ചെയ്യണം. അടുത്ത ആഴ്ചയാണ് ഇൻഷാ അല്ലാഹ് കലക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും പരമാവധി സഹായിക്കണം, അഭ്യർത്ഥിക്കാൻ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. സർവശക്തനായ നാഥ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന റബ്ബെ, എല്ലാ
എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മലക്കുകളാൽ ആശീർവദിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണം റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കണം റഹ്മാനെ. മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കണം റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ ബർസഖി ജീവിതത്തിലാണ്. നാഥ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, പള്ളിയിലേക്ക് പോലും വരാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, നാഥ, ഞങ്ങളുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ രോഗത്തിന് നീ ശിഫ നൽകണം റഹ്മാനെ. സാമ്പത്തികവും ജോലി സംബന്ധവുമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ, നാഥ, എല്ലാ പരീക്ഷണങ്ങളെയും നീ നീക്കിത്തരണം റഹ്മാനെ. അള്ളാഹുവെ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബേ. ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും ഒക്കെ നീ റഹ്മത്തും ബർക്കത്തും ചൊരിയണം റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.